വീണ്ടും വീണ്ടും പങ്കാളിക്ക് അവസരം നൽകാൻ പാടില്ലാത്ത ചില സാഹചര്യങ്ങളും റിലേഷൻഷിപ്പിലുണ്ട്. ഒക്കെയും സഹിച്ചും ക്ഷമിച്ചും അങ്ങനെ തന്നെ പോകണമെന്നായിരിക്കും പലരുടെയും അഭിപ്രായം. പക്ഷേ ചില സാഹചര്യങ്ങൾ എത്ര സഹിച്ചാലും ക്ഷമിച്ചാലും പിന്നീടൊന്നും ആ ബന്ധം നന്നാകില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ആദ്യത്തേത് ഫിസിക്കൽ അബ്യൂസ് തന്നെയാണ് കേട്ടോ. രണ്ടാമത്തേത് ഇമോഷണൽ മാനിപ്പുലേഷൻ ആണ്. മൂന്നാമത്തേത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മളെ ചീറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണെങ്കിൽ. നാലാമത്തേത് ബ്രോക്കൺ ട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും ഒരുപാട് പ്രോമിസസ് തരും, ഇനി അങ്ങനെ ആവർത്തിക്കില്ല, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ബ്രോക്കൺ ട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിയെയും അതുപോലെ തന്നെ കുട്ടികളെയൊക്കെ ഒത്തിരി ദ്രോഹിക്കുന്ന പോലെ കാണാൻ പറ്റും. അതായത് നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താൽ കുട്ടികളെ ഉപദ്രവിക്കുന്നവർ അങ്ങനെ. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല അല്ലേ. ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുന്നവർ, ഇവർക്കൊക്കെ വീണ്ടും വീണ്ടും നമ്മൾ അവസരം കൊടുക്കുന്നത് വീണ്ടും വീണ്ടും ഇതേ പാറ്റേൺ ആവർത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ആർക്കാണ് എപ്പോഴാണ് നമ്മൾ അവസരം കൊടുക്കുന്നത്, അത് ആ ബന്ധത്തിന് വില നൽകുന്നവർക്കാണോ എന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ്. ലെറ്റ്സ് ട്രാൻസ്പെയർ ടു ഇൻസ്പയർ.